ആര്യങ്കാവിലെ ഉത്സവം നടക്കുകയാണ്. ഏപ്രിൽ 4 പൂരത്തോടു കൂടി ആ ഉത്സവം സമാപിക്കുകയും ചെയ്യുന്നു. വള്ളുവനാട്ടിലെ ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കവളപ്പാറ ആര്യങ്കാവ് ക്ഷേത്രം. മുൻപ് വരെ ഒരു 50-56 കൊല്ലം മുൻപ് വരെ ഈ ക്ഷേത്രത്തിലെ പൂരം നടത്തിയിരുന്നത് കവളപ്പാറ കൊട്ടാരത്തിലെ കുടുംബാംഗങ്ങളാണ്. എന്നാൽ അവർ കേസും ഇതൊക്കെയായി അവർ ശോഷിച്ചതോടുകൂടി 1970 മുതൽക്ക് ജനകീയ കമ്മിറ്റിയാണ് ഇവിടെ പൂരം നടത്തിയിരുന്നത്. ആ പൂരത്തിൽ സവിശേഷതകളുമായി കൊല്ലവും ഓരോ വർഷവും മാറി മാറി വന്ന് ഇപ്പോൾ അതിഗംഭീരമായ പൂരമായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ 96 ദേശം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു മടി തോന്നാറുണ്ട്. ഇപ്പോൾ 11 ദേശത്തു നിന്നുള്ള കുതിരകളും ഒരു ദേശത്തു നിന്നുള്ള വേലയും, കൈലാട് ദേശത്തു നിന്നുള്ള വേല ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ 11 12 ദേശമായി ഇത് ചുരുങ്ങിയിരിക്കുകയാണ്. മുൻപ് ഓങ്ങല്ലൂർ മുതൽ കണ്ണിയമ്പുറം വരെ വ്യാപിച്ച് കിടന്നിരുന്ന ഒരു പിന്നെ രാജകൊട്ടാരത്തിൻ്റെ അതിർത്തിയിൽപ്പെട്ടിരുന്ന ആയിരുന്നു കവളപ്പാറ. ഈ അമ്പലത്തിൽ നായർ വരെയുള്ള ആളുകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. മറ്റ് താഴ്ന്ന സമുദായക്കാർക്ക് പ്രവേശനമില്ലാതിരുന്ന കാലഘട്ടമായിരുന്നു. ഈ ജനകീയ കമ്മിറ്റി ഒന്നോടുകൂടിയിട്ടാണ് എല്ലാവർക്കും അമ്പലത്തിൽ പ്രവേശിക്കാനുള്ള അവസരമുണ്ടായതും എല്ലാവർക്കും ഈ ദേവിയെ നേരിട്ട് ഒരു ജാതി വ്യത്യാസമില്ലാതെ ഇവിടെ പ്രാർത്ഥിക്കാനും അനുഗ്രഹം വാങ്ങാനും ഒക്കെയുള്ള അവസരം ലഭിക്കുന്നത്. ഉത്സവങ്ങൾ ഗംഭീരമാവുന്നുണ്ട്. അത് ജനകീയ കമ്മിറ്റിയുടെ ഒരു കഴിവാണ്. ഓരോ വർഷവും മാറി മാറി വരുന്ന കമ്മിറ്റികളുടെ കഴിവ് കൊണ്ടാണ് ഉത്സവത്തിന് രൂപവും ഭാവവും ഒക്കെ മാറി വരുന്നത്. ആര്യങ്കാവിലമ്മയുടെ ഭക്തന്മാർക്കൊക്കെ ഇന്ന് നല്ലത് വരട്ടെ എന്ന് മാത്രം ഞാൻ പറയുന്നുള്ളൂ.